ഹലോ ഓൾ, വെൽക്കം ബാക്ക്. നമ്മളെ നീറ്റിഫൈ ലേണിംഗിന്റെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു അടിപൊളി കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നീറ്റില് 99.9% 2025 നീറ്റിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ കിട്ടാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ലോജിക് ഗേറ്റ്സ്. ഓക്കെ, ഈ ലോജിക് ഗേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരും. അത് പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, എങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞു തരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്ത മെത്തേഡ് ആയിരിക്കും. പല ആൾക്കാർക്ക് പല മെത്തേഡ് ആയിരിക്കും, പക്ഷെ ഞാൻ എന്റെ മെത്തേഡിലൂടെയാണ് പറയുന്നത്. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാനുള്ളത് ബേസിക് ലോജിക് ഗേറ്റ്സ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ബേസിക് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്? ഓക്കെ, ബേസിക് ആയിട്ട് അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഴുതിയിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കാം. ജസ്റ്റ് നിങ്ങൾ എഴുതുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്കും അത് വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബേസിക് ആയിട്ട് ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് എന്താണ് ആൻഡ് ഗേറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് ഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ഓർ ഗേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ എന്തുണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? നോട്ട് ഗേറ്റും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആൻഡ് ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നത്. ഡയഗ്രമാറ്റിക്കലി തരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ബേസിക് ആയിട്ടുള്ള ഗേറ്റുകൾ. അതായത് ഞാൻ ഇനിയിപ്പോ ഓരോരോ ഗേറ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഓർ ഗേറ്റ് ആണ്. എന്താണ് ഓർ ഗേറ്റ്? ഈ ഓർ ഗേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിത്രം വരച്ചു തരാം. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇൻപുട്ട് കൊടുക്കാനുള്ള സ്ഥലം ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഉണ്ട്. നമുക്ക് റിസൾട്ട് ആയിട്ട് എന്ത് കിട്ടും? ഓർ ഗേറ്റിൽ നിന്ന് നമുക്ക് റിസൾട്ട് ആയിട്ട് A+B എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് A+B. ഓക്കെ, A+B ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇതെന്തെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് കിട്ടും A+B. ഓക്കെ, അപ്പോ ഇത് ഇവിടെ XY, അതായത് ഇൻപുട്സ് ആണ്. AB എന്ന് പറഞ്ഞ ഇൻപുട്സ് ആണ്, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടി. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താന്നുള്ളത് നമുക്ക് എന്താ പറയുക, കറക്റ്റ് ഒരു കോൺസെപ്റ്റ് ആയിരിക്കും പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞ് നമ്മൾ വരക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് പെട്ടെന്ന് തന്നെ എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞുതരും. ട്രൂത്ത് ടേബിളിൽ നമ്മൾ XY 2 ഇൻപുട്സ് ആണ്. XY ഇൻപുട്സ് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും? യെസ്, XY ഇൻപുട്ട് കൊടുത്തു. A+B ആണല്ലോ നമ്മൾ ഇതിന്റെ ആൻസർ, സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ എക്സിൽ നമ്മളിപ്പോ 1 കൊടുത്തു കഴിഞ്ഞാൽ, എക്സിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയിലും 0 കൊടുത്തു. അപ്പൊ 0+0 അല്ലേ വരേണ്ടത്? യെസ്, 0+0 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. 0+0 എന്താ? = 0. നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന പോലെ തന്നെ 0+0 = 0. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് 1+0 കൊടുത്തു. 1+0 എന്താണ്? 1. നമ്മൾ മാത്സിൽ പഠിക്കുന്ന കാര്യം. 1+0 = 1. 1+0 = 1. അതായത് ഇവിടെ 1 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടി. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റെഡി. ഇനി നമ്മൾ നേരെ തിരിച്ചു. ഇവിടെ 0 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. ഔട്ട്പുട്ട് എന്താ? 0+1 = 1. ഓക്കെ, അപ്പോ 0 1 = 1. പക്ഷെ ഇനി വരുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഒരു കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. നമ്മള് പറയാനുള്ളത്, ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ 1 കൊടുത്തു, ഇവിടെയും 1 കൊടുത്തു. ഔട്ട്പുട്ട് എന്താ? 1+1 = 2. 2 ആണോ? അല്ല. ഇതിൽ 2 എന്ന് പറഞ്ഞ സാധനം ഇതിലില്ല. ഇതിൽ 1 അല്ലെങ്കിൽ 0 ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1 ആണ് ഇതിന്റെ ആൻസർ. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ 1+1 = 1? ഓക്കെ, ഇതിൽ എഞ്ചിനീയറിംഗിനൊക്കെ ഉള്ള ഒരു കാര്യമാണ് ശരിക്കും ഈ ലോജിക് ഗേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 1+1 = 1. 1+1 = 1. അത് നിങ്ങൾ കാണാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. കാണാതെ പഠിക്കാന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, റെഡി. അപ്പൊ ഇത് കഴിഞ്ഞു. ഓക്കെ, ഓർ ഗേറ്റ് കഴിഞ്ഞു. ജസ്റ്റ് റിവിഷൻ ആണ്. ഓർ ഗേറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ ഗേറ്റ്? യെസ്, ഓർ ഗേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, യെസ്, ആൻഡ് ഗേറ്റ്. എന്താണ് ആൻഡ് ഗേറ്റ്? ആൻഡ് ഗേറ്റിന്റെ ചിത്രം ഫസ്റ്റ് വരക്കാം. 2 ഇൻപുട്ട് കൊടുക്കാനുള്ള സ്ഥലം നമ്മൾ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ്. ഔട്ട്പുട്ട് എന്താ കിട്ടി? A B നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A.B ആണ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? റെഡി. ഓക്കെയാണ്, റെഡിയാണ്. ഓക്കെ, ഇനി നമ്മൾ ട്രൂത്ത് ടേബിൾ ഒന്ന് വരക്കുന്നുണ്ട്. ട്രൂത്ത് ടേബിൾ
ട്രൂത്ത് ടേബിൾ നമ്മൾ ഇൻപുട്ട് എക്സ് വൈ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും നോക്കാം. റെഡി അല്ലേ? ഇൻപുട്ട് എക്സ് വൈ. അപ്പൊ നമ്മൾ ഇവിടെ 1 കൊടുത്തു, സോറി ഇവിടെ 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. ഓക്കെ, ഇവിടെ 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. അപ്പൊ എക്സിൽ 0, വൈയിൽ 0. ഔട്ട്പുട്ട് എന്താ? 0 into 0, 0.0 is equal to 0. യെസ്, ഡെഫിനറ്റ്ലി 0. ഓക്കെ, ഇനി ഇവിടെ 0 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. അപ്പൊ 0, 1 is equal to 0 into 1 എന്താണ്? യെസ്, 0 ആണ്. 0 into 1 ഇത് കറക്റ്റ് മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻ ആണ്. 0 into 1 is equal to 0. ഇവിടെ 1 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. 1 into 0, 1 into 0 is equal to 0. ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. അതായത് ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. 1 into 1 is equal to 1. ഓക്കെ, ഇത് കറക്റ്റ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. കറക്റ്റ് മാത്സ് ഇവിടെ ഫോളോ ചെയ്താൽ മതി ആൻഡ് ഗേറ്റിൽ. ഓക്കെ, അപ്പൊ ആൻഡ് ഗേറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ളത് നമ്മൾ ഏതൊക്കെ നോട്ട് ഗേറ്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലോട്ട് പോവാം. നോട്ട് ഗേറ്റ് എന്താണ്? നോട്ട് ഗേറ്റ് എന്നുള്ളത്. ഓക്കെ, ഇത് ഇങ്ങനെ പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവില്ല. ഇത് നിങ്ങൾ ഇത് കംപ്ലീറ്റ്ലി വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, മനസ്സിലാവുള്ളൂ. കാര്യം ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? റെഡി. നോട്ട് ഗേറ്റ് എന്താണ്? നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടി, അത് നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ 1 നേരെ ഓപ്പോസിറ്റ് ആവും, 0 ആയിട്ട് മാറും. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ 0 പാസ് ചെയ്തു, 0 നമ്മളെ ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് നേരെ കിട്ടുക 1 ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് എന്താ? ഇതൊരു പ്രോബ്ലം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. ശരിക്കും കോൺസെപ്റ്റ് ഇതൊന്നും അല്ല. ഓക്കെ, ഞാൻ പഠിച്ച മെത്തേഡുകളാണ് പറയുന്നത്. പ്രോബ്ലം ചെയ്യാനുള്ള മെത്തേഡ്. 1 നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും, 0 നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് നോട്ട് ഗേറ്റ് എന്ന് ചിത്രം ഒന്ന് വരച്ച് നോക്കണ്ടേ? എന്താണ് നോട്ട് ഗേറ്റ് എന്നുള്ളത്? യെസ്, ഇതാണ് നോട്ട് ഗേറ്റ് ഇതാണ്. ഓക്കെ, ഇപ്പോ എ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എ ബാർ കിട്ടും. എന്തിനാ പറയുക, ഇങ്ങനെ കിട്ടും. അപ്പോ ഇതെന്താണ്? ഇത് എന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ 1 ആണെന്നുണ്ടെങ്കിൽ 0 കിട്ടും, 0 ആണെന്നുണ്ടെങ്കിൽ 1 കിട്ടും. അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബ്ലം ഓറിയന്റഡ് ക്ലാസ് ആണ് ഇത്. ഓക്കെ, കോൺസെപ്റ്റ് ഓറിയന്റഡ് അല്ല. കോൺസെപ്റ്റും പറയുന്നുണ്ട്, പക്ഷെ കൂടുതൽ പ്രോബ്ലം ഓറിയന്റഡ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ പ്രോബ്ലത്തിലോട്ട് എത്തിപ്പെടാം, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ നീറ്റിന് വേണ്ടത്. എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ട്രൂത്ത് ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരക്കാം. നോട്ട് ഗേറ്റ് അതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സ് മാത്രമേ ഉള്ളൂ, എക്സും വൈയും ഇല്ലല്ലോ. എക്സ് ഔട്ട്പുട്ട് 1 കൊടുത്താൽ 0 കിട്ടും, 0 കൊടുത്താൽ 1 കിട്ടും, 1 കൊടുത്താൽ 0 കിട്ടും, 1 കൊടുത്താൽ 0 കിട്ടും. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും എഴുതിയതില്ലേ. ഓക്കെ, 1 0 1 0 0. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇനി കുറച്ച് കാര്യം പറയാനുള്ളത്, നമ്മളെ കയ്യില് ക്വസ്റ്റ്യൻസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് കയ്യില് എന്തുണ്ട്? ഇനി നോർ ഗേറ്റ് എന്ന് പറഞ്ഞ ഗേറ്റ് ഉണ്ട്. നോർ ഗേറ്റ് എന്താണ്? നോർ ഗേറ്റ് നാൻഡ് ഗേറ്റുകളൊക്കെ ഉണ്ട്. നോർ ഗേറ്റ് എന്താ? ഓർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തു. ആ ഓറിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർ ആദ്യം പറഞ്ഞല്ലോ. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. ഇങ്ങനെ ഒരു സാധനം നമുക്ക് നമ്മൾ ആദ്യം പഠിച്ചല്ലോ. ഇതാണ് നോർ ഗേറ്റ്. അത് എ ബി, അതായത് ഉത്തരം കിട്ടുന്നത് A+B കിട്ടും. നമുക്ക് A+B കിട്ടും. കിട്ടില്ലേ? അപ്പൊ നോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 കൊടുത്ത് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം 1 + 1 = 1 കിട്ടും എന്ന് പറഞ്ഞതാണ്. 1 കിട്ടി. പക്ഷെ നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നോട്ടും കൂടി ഉണ്ട്. അപ്പോ 1 + 1 ഉത്തരം കിട്ടുന്നിടത്ത് 1നെ നേരെ നോട്ടാക്കി, അതായത് 1ന്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. 1 നോട്ടിലൂടെ പാസ് ചെയ്തിട്ട് 1ന്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. അതായത് ഇവിടെ ഉത്തരം 1 കിട്ടുന്നിടത്ത് എന്ത് കിട്ടും? 1 നേരെ ചെയ്തിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 0 ആയിട്ട് മാറും. അതാണ് നോർ ഗേറ്റിന്റെ പ്രത്യേകത. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ട്രൂത്ത് ടേബിൾ വരക്കാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എക്സ് വൈ ഔട്ട്പുട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിൽ ഇപ്പൊ നമ്മൾ 1 കൊടുത്തു ഇവിടെ ഔട്ട്പുട്ട് 1 ആണ് കിട്ടേണ്ടത്. പക്ഷെ 1ന്റെ നേരെ ഓപ്പോസിറ്റ്. നിങ്ങൾ എന്താ ചിന്തിക്കുക? ഓർ ഗേറ്റിന്റെ കാര്യം ചിന്തിക്കുക. 1 + 1 = 1 ആണ് കിട്ടേണ്ടത്. പക്ഷെ 1 എഴുതാൻ പറ്റില്ല, 0. ഉത്തരം 0 ആണ്. 0 + 1 എന്താണ്? ഉത്തരം നമുക്ക് 1 ആണ് കിട്ടുന്നത്. പക്ഷെ 1 അല്ല, 0 ആണ്. കാരണം അതിന് നേരെ ഓപ്പോസിറ്റ്. പിന്നെ 0 × 0, 0 + 0 എന്താണ്? ഉത്തരം നമുക്ക് 0 ആണ് കിട്ടുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് 1 ആണ് എഴുതുക. ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇതിന് ട്രൂത്ത് ടേബിൾ അത്രയല്ലേ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. ഇനി അടുത്ത കാര്യം നാൻഡ് ഗേറ്റ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയൂല. അപ്പൊ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് ആണ് നാൻഡ് ഗേറ്റ്. എന്താണ് നാൻഡ് ഗേറ്റ്? ആൻഡിന്റെ ഓപ്പോസിറ്റ്. ആൻഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതാണ് ആൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആൻഡ്. എ
ബി ഓക്കെ ആൻഡ്. അപ്പൊ നമ്മൾ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി ആണ്. കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുക. മൾട്ടിപ്ലൈ എങ്ങനെയാണ് മൾട്ടിപ്ലൈ അത് ആ സെയിം സാധനം 1 കൊടുത്തു കഴിഞ്ഞാൽ 1 × 1 1 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 0 × 0 കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. 0 × 1 കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. പക്ഷെ ഈ നാൻഡ് ഗേറ്റിൽ അതിന് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ നോർമൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇതാണ് അതിന്റെ എന്താ പറയുക ചിത്രം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇതും കൂടി വരും. അപ്പൊ 1 × 1 1 കിട്ടുന്നിടത്ത് എന്ത് കിട്ടും? ഇവിടെ നേരെ 0 കിട്ടും. അപ്പൊ ഡയറക്റ്റ് ഓപ്പോസിറ്റ്, മറ്റേ ഓപ്പോസിറ്റ്. ഓക്കെ, ട്രൂത്ത് ലാബിൽ ഒന്ന് വരച്ചിട്ട് ടൈം കളയുന്നില്ല. ഇനി നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലോടാണ് പോകുന്നത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യും. കാരണം വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, റെഡി. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം? ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ വേണ്ട, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റെഡി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലോജിക് ഗേറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് ദി ലോജിക് ഗേറ്റ്സ്? ഓക്കെ, ഏത് ലോജിക് ഗേറ്റ് ആണ് ഇതുവഴി റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? പല പല മെത്തേഡുകളുണ്ട്. പല ആൾക്കാർ വോളിയൻ എക്സ്പ്രഷൻ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അതൊക്കെ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ചെയ്ത മെത്തേഡ് എൻ്റെർലി ഡിഫറെന്റ് ആണ്. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് നമുക്ക് കോൺസെപ്റ്റ് അധികം ഉപയോഗിക്കാതെ പെട്ടെന്ന് ഉത്തരത്തിലോട്ട് വളരെ ലോജിക്കലി എത്താൻ പറ്റുന്ന മെത്തേഡ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. റെഡി. അപ്പൊ എയും ബിയും ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കുക, എല്ലാവരും നോക്കുക, കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, സ്ക്രീനിലോട്ട് നോക്കുക. എയും ബിയും ഉണ്ട്. ഓക്കെ, റെഡി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? എയിൽ 1 കൊടുക്കുന്നു. 1 കൊടുത്തു. ഇവിടെ ബിയിൽ 0 കൊടുത്തു. സോറി, ബിയിൽ 1 കൊടുക്കാം. ബിയിൽ 1 കൊടുത്തു. നേരെ നോട്ട് കൂടി അല്ലേ പാസ് ചെയ്ത്? അപ്പൊ 1 നേരെ നോട്ട് കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് 0 കിട്ടി. 1 നേരെ നോട്ട് കൂടി, രണ്ടാമത്തെ 1 നേരെ നോട്ട് കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടി. ഓക്കെ അല്ലേ? 0 കിട്ടി. അപ്പൊ ഇവിടെ രണ്ടും 0 ആണ് വരുന്നത്. ഓക്കെ, അവിടെ രണ്ടും 0 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് പിന്നെ നേരെ ഇതിൽ ഏതിലൂടെയാണ് പാസ് ചെയ്തിട്ടുള്ളത്? പിന്നെ ഓർ ഗേറ്റിലൂടെയാണ് പാസ് ചെയ്തിട്ടുള്ളത്. ഓർ അല്ല, നോർ കൂടെയാണ് പാസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് നോർ എടുക്കേണ്ട, ഓർ എടുക്കാം. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 + 0 ആണ് ഓർ. എന്താണ് ഉത്തരം? 0 ആണ് കിട്ടേണ്ടത്. ഓക്കെ, 0 + 0 0 ആണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ നോട്ടും കൂടി ഉണ്ട്, ഒരു നോറാണ്. അപ്പൊ എന്ത് ചെയ്യും? 0 കിട്ടിയത് നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് 1 എടുക്കും. അപ്പൊ ഇവിടെ 1 കിട്ടി. അപ്പൊ 1ഉം 1ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. അതൊരു ഫസ്റ്റ് സാധനം. ഓക്കെ, 1ഉം 1ഉം കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി എന്നാണ് ഉത്തരം. ഓക്കെ, x1ഉം y1ഉം കൊടുത്തപ്പോൾ ഉത്തരം 1 കിട്ടി. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത്, ഇനി ഇവിടെ നമുക്ക് 1ഉം 0ഉം കൂടി കൊടുത്തു നോക്കാം. 1ഉം 0 കൊടുത്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 1ഉം 0 കൊടുത്ത് 1 നേരെ ഇവിടെ 0 ആവും, 0 നേരെ ഓപ്പോസിറ്റ് 1 ആവും. ഇവിടെ 0 1 കിട്ടി. 0 1 കിട്ടിയപ്പോൾ 0 + 1 ആണ്, നോർ ഗേറ്റ് ആണ്, ഓർ ഗേറ്റ് ആണ്. ഇത് ഓറിന്റെ ഓപ്പോസിറ്റ് 0 + 1. ഉത്തരം നമുക്ക് 1 ആണ് കിട്ടേണ്ടത്. പക്ഷേ നോറാണ്, അതുകൊണ്ട് 0 കിട്ടും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്, റെഡി. അപ്പോ 0 1 0 0 1 അല്ലെങ്കിൽ 1 0 കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് കിട്ടുന്നത്? തെറ്റിപ്പോയോ? അല്ല, 0 1 കൊടുത്തു, നമുക്ക് 1 ആണ് കിട്ടേണ്ടത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് 0 കിട്ടി. അപ്പൊ നേരെ 1 0, ഇതും എന്താണ്? 0 തന്നെ കിട്ടുക. ഓക്കെ, ഇനി 0 0 കൊടുത്താൽ എന്താ കിട്ടുക? 0 0 കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെയാണ് കിട്ടുക. കാര്യം നമുക്ക് മേലെ 1 1 1 അല്ലേ കിട്ടി. അപ്പൊ വീട് 0 0 0 ആണ് കിട്ടുക. ലോജിക്കലി നമുക്ക് അത് ഇങ്ങനെ ചെയ്താൽ കിട്ടും. ചെയ്ത് നോക്കാം, കറക്റ്റ് ആണ് നോക്കാം. അഥവാ തെറ്റിപ്പോയാലോ? 0 കൊടുത്തു, 0 കൊടുത്തു, 0ന്റെ നേരെ ഓപ്പോസിറ്റ് 1 കിട്ടി. ഇവിടെ 1 1 കിട്ടി. 1 + 1 എന്താണ്? 1 ആണ് കിട്ടുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്, 0 കിട്ടും. ഓക്കെ, കറക്റ്റ് അല്ലേ? മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ സാധനം. അപ്പൊ നമുക്ക് കിട്ടി. ഇനി എന്താണ് ഗേറ്റ് എന്ന് മാത്രമേ കണ്ടുപിടിച്ചാൽ മതി. എന്താണ് ഗേറ്റ്? ഏത് ഗേറ്റ് ആണിത്? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കാം. യെസ്, ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. യെസ്, റെഡി. ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ 1 1 കൊടുത്തപ്പോൾ 1 കിട്ടി. 1 1 കൊടുത്തപ്പോൾ 1 കിട്ടി. ഓക്കെ, 1 1 കൊടുത്ത 1 കിട്ടി. ഓക്കെ, 0 0 കൊടുത്തപ്പോൾ 0 കിട്ടി. 1 0 കൊടുത്തപ്പോൾ 0 കിട്ടി. 0 1 കൊടുത്തപ്പോൾ 0 കിട്ടി. ഇത് കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, അല്ലെ? 1 × 1 1, 1 × 1 = 1, 0 × 1 = 0, 1 × 0 = 0, 0 × 0 = 0. കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ പറഞ്ഞത് ആൻഡ് ഗേറ്റിൽ. യെസ്, ദ കറക്റ്റ് ആൻസർ ഈസ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിലല്ലേ നമ്മൾ കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞത്? നമുക്ക് നോക്കാം. യെസ്, വി ക്യാൻ ചെക്ക് ദാറ്റ്.
കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പറഞ്ഞത് നമ്മൾ 0 into 0 is equal to 0, 0 into 1 is equal to 0, 1 into 0 is equal to 0, 1 into 1 is equal to 1. ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? റെഡി ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇത് ഇവിടെ നമ്മള് ക്വസ്റ്റ്യൻ പോയോ? യെസ്. അപ്പൊ ആൻഡ് ഗേറ്റ് ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ കോൺസെപ്റ്റ് വഴി നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, റെഡി ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കട്ടെ. യെസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സൂം ചെയ്ത് നോക്കാം. യെസ്. ടു ഗെറ്റ് ഔട്ട്പുട്ട് y is equal to 1. ഔട്ട്പുട്ട് y is equal to 1 നമുക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ദ കറക്റ്റ് ചോയ്സ് ഫോർ ഇൻപുട്ട് ഈസ്. ഇതെങ്ങനെ ചെയ്യും? ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ടു ഗെറ്റ് ഔട്ട്പുട്ട് y is equal to 1. y is equal to 1 ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് എന്തൊക്കെ കൊടുക്കണം? അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാം. നമുക്ക് ഓപ്ഷൻ ഫസ്റ്റിൽ a is equal to 1 തന്നിട്ടുണ്ട്, b is equal to 0 തന്നിട്ടുണ്ട്, c is equal to 0. ഇത് ഡയറക്റ്റ് അവിടെ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പൊ ഇവിടെ എല്ലായിടത്തും നമ്മൾ തന്ന സാധനങ്ങൾ അപ്ലൈ ചെയ്തു. അപ്പൊ ഇതെന്താണ്? ഇത് എന്ത് ഗേറ്റ് ആണ്? ഇത് ജസ്റ്റ് ഇത് നമ്മൾ ആൻഡ് ഗേറ്റ് അല്ലേ ഇത്? സോറി, ഇത് ഓർ ഗേറ്റ് അല്ലേ? ഓർ ഗേറ്റ് അല്ലേ? ഇത് ഓർ ഗേറ്റ് ആണ്. യെസ്, ഓർ ഗേറ്റ് അല്ലേ? എനിക്കും കൺഫ്യൂഷൻ ആയി. യെസ്, അത് ഓർ ഗേറ്റ് തന്നെയാണ്, ഓർ ഗേറ്റ് ആണ്. അപ്പൊ ഓർ ഗേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ 1 + 0 ആണ് ഈക്വൽ ടു 1 അല്ലേ വരേണ്ടത്? ഇവിടെ 1 കിട്ടി. ഓക്കെ അല്ലേ? റെഡി. യെസ്, തെറ്റിപ്പോയല്ല, ജസ്റ്റ് ഒന്ന് ചിന്തിക്കട്ടെ. അല്ല, തെറ്റിപ്പോയിട്ടില്ല. ഓക്കെ, 1 കിട്ടി. ഓർ ഗേറ്റ് അങ്ങനെ തന്നെയല്ലേ? 1 തന്നെയല്ലേ? ഓക്കെ, ഓർ ഗേറ്റ് കിട്ടി. ഓർ ഗേറ്റ്. അപ്പൊ ഇവിടെ 1 കിട്ടി. അപ്പൊ ഇവിടെ ഡയറക്റ്റ് സി എവിടെയും പാസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ 0 കിട്ടി. പിന്നെ നമ്മൾ പാസ് ചെയ്യുന്നത് ആൻഡിലൂടെയാണ്. ആൻഡ് എന്ന ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 1 into 0 is equal to 0. ഉത്തരം 0 ആണ് കിട്ടുന്നത്. അപ്പോ ഉത്തരം y is equal to 0 ആണ് കിട്ടുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ഓപ്ഷൻ അല്ല ശരി. അപ്പൊ അത് തെറ്റാണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതല്ല, ഫസ്റ്റത്തെ അല്ല. ഓക്കെ, ഇനി അടുത്തത് 1 1 0 1 1 0 1 + 1 is equal to 1. 0 കിട്ടി. 1 into 0 is equal to 0. തെറ്റ്. ഇതല്ല. പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പെട്ടെന്ന് ചെയ്യും. അടുത്തത് 1 0 1 1 0 1 1 into 0 1 into 1 + 0 is equal to 1. 1 + 0 is equal to 1. ഇവിടെ 1 ഇട്ടു. 1 into 1 is equal to 1 1. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഫോർത്തും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ചിലപ്പോ നമ്മൾ ചെയ്ത് തെറ്റിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് ഫോർത്തും കൂടി ചിലപ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ നമ്മൾ എവിടെയും ചെയ്ത് തെറ്റുണ്ടാവും. 0 1 0 1 ഇത് 1 + 1 കിട്ടും, 0 കിട്ടും. 1 into 0 0 ആണ് കിട്ടുന്നത്. അപ്പൊ ഇതല്ല. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് 3 ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡി അല്ലേ? റെഡി ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ വി വിൽ ബി ഡിസ്കസിങ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി. അപ്പോ നീറ്റിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്തെത്തിക്ക്. ഈ ട്രിക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഈ ട്രിക്കിലായിരിക്കില്ല ചെയ്യുന്നത്. അപ്പൊ പല ട്രിക്ക് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ട്രിക്ക് ഇതാണ്. ഓക്കെ, ഇത് എല്ലാ എക്സാമിനും കീമില്, കുസാറ്റില്, പല കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഫോർ ദ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഫോർ ദ ലോജിക് സർക്യൂട്ട് ഗിവൻ ബിലോ ദ ഔട്ട്പുട്ട് y for a is equal to 0. The output y a is equal to 0, b is equal to 0, a is equal to 1, b is equal to 1 are. ഔട്ട്പുട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് കേസ് തന്നിട്ടുണ്ട്. അതിനാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് a is equal to 0 ഇട്ട് കൊടുക്കാം. a is equal to 0 ഇട്ട് കൊടുക്കാം. ഇവിടെ b is equal to 0 ഇട്ട് കൊടുക്കാം. അപ്പൊ അതിലെ ആൻസർ എന്താ കിട്ടുന്നത് നോക്കാം. പിന്നെ രണ്ടാമത്തെ കേസ് എടുക്കാം. ഓക്കെ, ഇവിടെ a is equal to 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരെ 0 കിട്ടും. ഓക്കെ, ഈ a നേരെ ഇങ്ങോട്ടല്ല പോകുന്നത്. ഇവിടെ 0 കിട്ടി. ഇവിടെ വരെ 0 കിട്ടി. അപ്പൊ ഇവിടെ 0 പോയി. കാരണം ഇവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ 0 പോയി. ഞാൻ ആകെ വരച്ച് കോളാക്കുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരച്ച. അപ്പൊ a 0, ഇവിടെ 0, രണ്ടും 0 അല്ലേ? ഓക്കെ, ഇവിടെ 0 എത്തി, ഇവിടെ 0 എത്തി, ഇവിടെ 0 എത്തി, എല്ലായിടത്തും 0, ഇവിടെയും 0 എത്തി. ഇവിടെ നോട്ട് കൂടി പാസ് ചെയ്ത് 1 കിട്ടി. ഇവിടെ നോട്ട് കൂടി പാസ് ചെയ്ത് 1 കിട്ടി. ഓക്കെ, നാൻഡ് ഗേറ്റ് ആണ്. കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് ചിന്തിച്ച് നോക്കാം. കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞതാണ്. കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇവിടെ ഇൻറ്റു 1 0 കിട്ടും.
ഇവിടെയും 0 കിട്ടും. ഇത് നേരെ ഓർ കൂടി പാസ് ചെയ്ത്, ഓർ കൂടി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, അഡീഷൻ ആണ്. 0 + 0 0 0, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് 0. അപ്പോൾ ഇത് രണ്ടും അല്ലാന്ന് നമ്മൾ ചെയ്തിട്ട് സെറ്റാക്കി. ഓക്കെ, റെഡി. ഇനി അടുത്തത് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി a = 1, b = 1, a = 1, b = 1 ചെയ്ത് നോക്കാം. ഇവിടെ 1 പോയി, ഇവിടെ 1 പോയി, ഇവിടെ 1 പോയി, ഇവിടെ 1 പോയി. ഓക്കെ അല്ലേ, റെഡി അല്ലേ മക്കളെ? നോട്ട് കൂടി പാസ് ചെയ്തപ്പോൾ ഇവിടെ 0 കിട്ടി, ഇവിടെ 0 കിട്ടി, നേരെ ഓപ്പോസിറ്റ്. ഇവിടെ 1 × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, 0 കിട്ടും, ഇവിടെ 0 കിട്ടും, കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞാണ്. 0 0, ഇവിടെ എന്താണ് ഉത്തരം? 0 + 0 = 0, ഉത്തരം 0. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2, കറക്റ്റ് ആൻസർ. അപ്പോ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെ ചെയ്യാന്നുള്ളത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏകദേശം ഒരു 2 ക്വസ്റ്റ്യൻ 8 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 8 മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 2 ചിലപ്പോൾ 8 മാർക്കിന്, 4 മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങൾ നീറ്റ് നിങ്ങൾക്ക് മിസ്സാവുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ചാനൽ ഫോളോ ചെയ്യുക. എൻ്റെ മെയിൻ ചാനൽ ഷാഹിദ് മിക്കി നീറ്റ് എന്നുള്ള മെയിൻ ചാനൽ ഫോളോ ചെയ്യുക. പല വീഡിയോസുമായിട്ട് നമ്മൾ വരും. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് കമന്റ് ചെയ്താൽ മതി, അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സെറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നീറ്റ് 2025 ഉഷാറായിട്ട് എഴുതുക. മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.